ബിജെപി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ചാവക്കാട് മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ ബൈജു അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ സബീഷ് മരുതിയൂർ, ജനറൽ സെക്രട്ടറിമാരായ ബോഷി ചാണാശ്ശേരി, പ്രതീഷ് ഐനിപ്പുള്ളി, സിന്ധു അശോകൻ, വർഷ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മഴയൊന്ന് പെയ്യുമ്പോഴേക്കും കരുവന്തല ചക്കങ്കണ്ട റോഡ് വെള്ളക്കെട്ടിൽ. പൊന്നാംകുളം മുതൽ കരുവന്തല വരെ രണ്ടാം ഘട്ടത്തിൽ 8 കിലോമീറ്റർ BMBC നിലവാരത്തിൽ പണി നടത്തിയെങ്കിലും മഴ പെയ്താൽ റോഡ് വെള്ളത്തിലാണ്. റോഡിന്റെ ചില ഭാഗങ്ങളിൽ പായൽ നിറഞ്ഞ കാൽനടക്കാർ വഴുതി വീഴുന്നുണ്ട്. മഴക്കാലത്തിന് മുൻപ് കാന ശുചീകരണം നടത്താത്തതും വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട്. റോഡിൽ അത്യാവശ്യമായി ചെയ്യേണ്ട അപായ സൂചനാ ബോർഡ് സ്ഥാപിക്കൽ, സീബ്ര ലൈനുകളിടൽ എന്നിവ നടത്തിയില്ല. തൊയ്ക്കാവ് കണ്ണളം തോട്ടിലേക്ക് ഇരുദിശയിൽ നിന്നും കാന നിർമ്മിച്ചാൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. പറപ്പൂർ സെന്റ് ജോൺസ് ഫൊറാന പള്ളിയിലെ KCYM യൂണിറ്റ് പതാക ദിനം ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയും പതാക ഉയർത്തലും പ്രതിജ്ഞ പുതുക്കലും നടന്നു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഡയറക്ടർ ഫാദർ സെബി പുത്തൂർ, യൂണിറ്റ് പ്രസിഡന്റ് മാർട്ടിൻ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. പൊതുയോഗം ഫാദർ സെബി പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് ജിഷാദ് ജോസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഗോഡിൻ ചെമണ്ട, വിപിൻ, സോഫിയ, മരിയാദാസ് എന്നിവർ സംസാരിച്ചു. പര്യാപ്ത ത്രിദിന ശാക്തീകരണ പരിപാടി ഗുരുവായൂർ ശിക്ഷക് സദനിൽ ആരംഭിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിതകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീജ അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം പ്രോഗ്രാം ഓഫീസർ MK രമേശ് പദ്ധതി വിശദീകരണം നടത്തി. കടപ്പുറം കറുകമാട് മുല്ലപ്പുഴയിൽ കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ അജ്ഞാത പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ 11:30ഓടെയാണ് 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി.